10 മിനിറ്റ് സമയമുണ്ടോ നിങ്ങളുടെ അടുത്ത് എന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു പുഡിംഗ് സെറ്റ് ചെയ്ത് നോക്കൂ. വളരെ ഈസി, വളരെ ടേസ്റ്റിയാണ്. ഇതൊരു കോഫി ബേസ്ഡ് ടിറാമിസു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഈ ബൗളിലോട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ്, നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വിപ്പിംഗ് ക്രീമാണ് 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേക ഒരു കണക്ക് പറയുന്നില്ല. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമ്മൾ ഇതിനൊന്ന് വിപ്പ് ചെയ്തതിന് ശേഷം ആവശ്യം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ പൊടിച്ച പഞ്ചസാര ആ സമയത്ത് ചേർക്കാം. 1 ടീസ്പൂൺ വനില എസൻസ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വനില എക്സ്ട്രാക്ട് എസൻസിനേലും കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു പരുവായിരിക്കും. അതുപോലെ തന്നെ എസൻസിനേലും കൂടുതൽ ഫ്ലേവറും കൂടുതൽ നല്ല സ്മെല്ലായിരിക്കും എക്സ്ട്രാക്റ്റിന് ഉണ്ടാവുക. പിന്നെ എസൻസിനേലും കുറച്ചും കൂടെ വില കൂടുതലാണ് കേട്ടോ വനില എക്സ്ട്രാക്റ്റിന്. നമുക്കിതിനെ ഏറ്റവും ലോ സ്പീഡിൽ 1 മിനിറ്റും പിന്നെ ഒരു മീഡിയം സ്പീഡിൽ 3 മിനിറ്റോളം ഇട്ട് നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്രീം ചീസ് 250 ഗ്രാമാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ക്രീം ചീസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്രീം ചീസിൻ്റെ വെറൈറ്റിയുടെ പേരാണ് മാസ്കർപോണി ചീസ്. ഈ ഒരു ചീസ് ടൈപ്പ് കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഈ റെസിപ്പിയിൽ. കാരണം ഈ ടിറാമിസുവിൽ ട്രഡീഷണലി ആയിട്ട് ഉപയോഗിക്കുന്ന ക്രീം ചീസ് ഈ മാസ്കർപോണി ചീസ് തന്നെയാണ്. പക്ഷേ അത് എല്ലായിടത്തും അവൈലബിൾ ആവണം എന്നില്ല. അപ്പം അത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്രീം ചീസാണോ അത് 250 ഗ്രാം ഉപയോഗിച്ചാലും മതി. ഏകദേശം 4-5 മിനിറ്റിനുള്ളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചെറിയ തണുപ്പുള്ള 250 ഗ്രാം മാസ്കർപോണി ചീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്രീം ചീസാണോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ സ്പീഡിൽ 1 മിനിറ്റും മീഡിയം സ്പീഡിൽ 2 മിനിറ്റും വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മധുരം കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ടിറാമിസുവിലോട്ടുള്ള പുഡിംഗ് ലെയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്യാം. 1.5 കപ്പ് ചൂട് വെള്ളത്തിലോട്ട് 3 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു ചില്ല് പാത്രം റെഡിയാക്കി വെക്കണം. നാട്ടിൽ ലുലു അല്ലെങ്കിൽ ഈ കേക്കിൻ്റെ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ചില കടകളിൽ അവിടെ പോയിന്ന് ചോദിച്ചു നോക്കണം. ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് എന്നും പറഞ്ഞിട്ട്. ടിറാമിസുവിൽ നമ്മൾ ട്രഡീഷണലി ഇങ്ങനത്തെ ഈ ഒരു ബിസ്ക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ ലേഡി ഫിംഗർ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ ഏതെങ്കിലും ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ്, അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്, ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ആരോറൂട്ട് ബിസ്ക്കറ്റ് യൂസ് ചെയ്താലും മതി. ബിസ്ക്കറ്റ്സ് നമുക്ക് പുഡിംഗ് ട്രേയിൽ നിരത്തി വെക്കണം. നന്നായിട്ട് തണുത്തിട്ടുള്ള കോഫിയിലോട്ട് ഓരോ ബിസ്ക്കറ്റുകളും ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓരോ ബിസ്ക്കറ്റുകളും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് സമയം ഇട്ട് ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഡിഷിലോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ ഇതിങ്ങനെ കുതിർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ട്രേയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ എപ്പോഴും മിക്കവാറും എല്ലാവരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമായിരിക്കും, ഈ കോഫി മിക്സിൽ നമ്മൾ പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് ഇത് കഴിക്കുമ്പം കയ്പ്പ് വരുമോയെന്ന്. അങ്ങനെ ഒരു കയ്പും വരില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബിസ്ക്കറ്റാണെങ്കിലും അതിൽ അത്യാവശ്യം മധുരം ഉണ്ടാകും. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിടാൻ പോകുന്ന തയ്യാറാക്കി വെച്ചിട്ടുള്ള ടിറാമിസു പുഡിങ്ങിൻ്റെ ലെയറും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അതിലും ആവശ്യത്തിന് മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും കയ്പ്പ് വരില്ല. അതിനുശേഷം നമ്മൾ അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്യുക. 2 ലെയറെങ്കിലും ഇതുപോലെ ചെയ്യുമ്പോഴായിരിക്കും ആ ടിറാമിസുവിന് ആ ഒരു ഫുൾ ഒരു ലുക്ക് വരിക, അല്ലെങ്കിൽ കൂടുതൽ രുചി വരാം. അങ്ങനെ 2 ലെയർ, അടുത്ത ലെയറിലും ഞാൻ ഇതുപോലെ ബിസ്ക്കറ്റ് മുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള നമ്മളുടെ ക്രീം, വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ക്രീം ചീസും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ ടിറാമിസുയുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നിറയെ കൊക്കോ പൗഡർ ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പലവർക്കും സംശയം ഉണ്ടാവും, വീണ്ടും ഇത് കയ്പ്പ് വരുമോയെന്ന്. ഒരിക്കലും ഇതിന് കയ്പ്പില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ നമ്മളിതെല്ലാം അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ വെയിറ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ. അതായത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഓവർ നൈറ്റ് വെക്കുക. രാത്രി വെച്ചിട്ട് രാവിലെ സെർവ് ചെയ്യുക. അല്ലെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ ചില്ല് ചെയ്യാനാക്കി വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ മൂടി വെച്ചാൽ മാത്രം മതി കേട്ടോ.
പിന്നെ ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ചെയ്തിട്ടുള്ളത് ഒരു 3 മണിക്കൂറിന് ശേഷം സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. എന്നിട്ട് പോലും എനിക്കൊരു സ്ക്വയർ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ 6 hours 7 hours ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ പറ്റും, കുറച്ചും കൂടി സെറ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആൻഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.